തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശമടങ്ങിയ അജണ്ടയിൽ തളിപ്പറമ്പ് നഗരസഭയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് കരാർ നിലനിൽക്കെ ഗ്രീൻ കേരള കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിനുള്ള കുറിപ്പ് ഉൾപ്പെടുത്തിയതിനെതിരെ കൌൺസിലിൽ രൂക്ഷ വിമർശനം. 11ാമത്തെ അജണ്ടയിൽ 3ാമത്തെ കുറിപ്പാണ് വിമർശനത്തിനിടയാക്കിയത്. ചർച്ചകൾക്കൊടുവിൽ അജണ്ടയുമായി ബന്ധമില്ലാത്ത കുറിപ്പ് ഒഴിവാക്കി മറ്റുള്ളവ അംഗീകരിച്ചതായി ചെയർപേഴ്സൺ പി.കെ. സുബൈർ കൌൺസിലിനെ അറിയിക്കുകയായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ 20-നകം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പ് 11ാമത്തെ അജണ്ടയായാണ് കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. ഈ അജണ്ടയിൽ 14 കുറിപ്പുകളിൽ 3ാമതായി നഗരസഭയിൽ RRF-ലും MCF-ലും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ക്ലീൻ കേരള കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്ന കാര്യം തീരുമാനിക്കാൻ കൌൺസിലിന് ശുപാർശ ചെയ്തു എന്ന കുറിപ്പാണ് ചൂടേറിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ശേഷം ഒഴിവാക്കിയത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ. മുഹമ്മദ് ബഷീറാണ് കുറിപ്പിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചത്. അജണ്ടയിലെ വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യം തിരികെ കയറ്റിയത് ചില താൽപര്യങ്ങളുടെ ഭാഗമാണ്. നിലവിൽ നിർമ്മൽ ഭാരത് ട്രസ്റ്റ് കഴിഞ്ഞ 8 വർഷമായി കുറ്റമറ്റ രീതിയിൽ മാലിന്യ നീക്കം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിലവില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഗ്രീൻ കേരള കമ്പനിക്ക് ഫീസ് നൽകി മാലിന്യം നീക്കം ഗൌരവമായി കാണണമെന്നും മുഹമ്മദ് ബഷീർ പറഞ്ഞു. നിർമ്മൽ ഭാരത് ട്രസ്റ്റുമായി 2027 മാർച്ച് 31 വരെ കരാർ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഈ മാർച്ച് 31 വരെ സമയം നൽകിയതായാണ് അറിവ്. ജില്ലയിലെ 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആന്തൂർ നഗരസഭ മാത്രമാണ് ഗ്രീൻ കേരള കമ്പനിയുമായി കരാറുള്ളത്. തളിപ്പറമ്പ് ഉൾപ്പെടെ മറ്റ് 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നല്ല രീതിയിലാണ് നിർമ്മൽ ഭാരത് ട്രസ്റ്റ് മാലിന്യ നീക്കം കൈകാര്യം ചെയ്യുന്നതെന്നും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PC നസീർ പറഞ്ഞു. നിർമ്മൽ ഭാരത് ട്രസ്റ്റിനോട് മാർച്ച് 31-നകം ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലോ ക്ലീൻ കേരള കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയില്ലെങ്കിലോ മാർച്ച് 31-ന് ശേഷവും മാലിന്യം നീക്കം നിലവിലുള്ള രീതിയിൽ തന്നെ നടക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി. ബാലകൃഷ്ണൻ പറഞ്ഞു. ചെയർപേഴ്സൺ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അജണ്ടയിലെ കുറിപ്പുകൾ തയ്യാറാക്കിയതെന്ന് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പുല്ലായിക്കോട് ചന്ദ്രൻ പറഞ്ഞു. ഈ കുറിപ്പ് ഒഴിവാക്കുന്നതിൽ പ്രശ്നമില്ല. നിർമ്മൽ ഭാരത് ട്രസ്റ്റിന്റെ ഭാഗത്ത് പോരായ്മകളുണ്ട്. അത് പരിഹരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും നഗരസഭയുമായി ഇവരുടെ കരാർ കാലാവധി 2027 മാർച്ച് 31 വരെ ആണെന്നും ചെയർപേഴ്സൺ P.K. സുബൈർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.